യോഗനഗരി ഋഷികേശ് ട്രിവാൻഡ്രം നോർത്ത് സൂപ്പർ ഫാസ്റ്റിൻ്റെ ഒരു എൻഡ് യാത്ര നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രണ്ടാം ഭാഗം വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ രാവിലെ വസായി റോഡ് എത്താറായിട്ടുണ്ട്. വണ്ടി ഏകദേശം ഒരു അരമണിക്കൂറുള്ള ലേറ്റാണ്. ഈ വഡോദരയിന് സൂറത്തൊക്കെ കഴിഞ്ഞിട്ട് കുറേ വണ്ടി നമ്മുടെ മുന്നിൽ കയറി. ഒരു രണക്പൂർ എക്സ്പ്രസ് നമ്മളന്ന് പോയതാണ് അതിന്. പിന്നെ ജയ്പൂർ മുംബൈ. അപ്പോൾ ഇത് രണ്ട് ഫ്രണ്ടിൽ കിടന്ന് കളിക്കുന്നതുകൊണ്ട് ഇതും പയ്യാണ് പോകുന്നത്. ഈ ഒരു സ്പീഡിലാണ് ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വസായി എത്താറായി ഒരു 40 മിനിറ്റ് അടുപ്പിച്ച് വണ്ടി ലേറ്റ് ആളോ കേട്ടോ. അപ്പോൾ രണ്ടാം ഭാഗം വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു 4-5 ദിവസം മുമ്പ് വരെ ഈ റൂട്ട് ഫുള്ള് പെട്ട് കിടക്കാണ്. അതായത് ഈ റൂട്ടിൽ ഫുള്ള് വെള്ളമൊക്കെ കയറി ആകെ മൊത്തത്തിൽ സീനാണ്. ഇതുകൊണ്ട് ലോക്കൽ ട്രെയിനിൽ കയറാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട് മുംബൈയിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ അതുപോലെ സീനായിരുന്നു ഈ റൂട്ട്. ഞാൻ കരുതിയതേ അല്ല നമുക്ക് പോകാൻ പറ്റുമെന്ന്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഇപ്പോൾ റൂട്ട് റീസ്റ്റോറായി. ഒരു ചെറിയ ടൈം ഗ്യാപ്പിൽ ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഈ റൂട്ട് വീണ്ടും പണി മുടക്കുന്നത്. ഇപ്പോൾ വീണ്ടും റീസ്റ്റോറായി. നമ്മളങ്ങനെ ആ ഒരു ഡേഞ്ചർ ഏരിയ നമ്മളെ കടന്നു കിട്ടി. ശരിക്കും ആ വത്സാദ് ആ സെക്ഷനൊക്കെയാണ് ശരിക്കും അന്ന് വെള്ളം കയറിയത്. ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. ഫ്രണ്ടിൽ 3-4 വണ്ടി ഉണ്ടായിട്ട് നമ്മളെ എങ്ങും പിടിച്ചിടാതെ പോയത് ഇവിടെ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ആയതുകൊണ്ടാണ്. അതാകുമ്പോൾ ഇങ്ങനെ വാല പോയിക്കോളും. ചെറിയ സ്പീഡിലാണെങ്കിലും പിടിച്ചിടാതെ മര്യാദയ്ക്ക് പൊക്കോളും. എൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത് ഞാൻ ഉറക്കം എണീറ്റ് വന്നുകൊണ്ടാണ്, വേറൊന്നുമല്ല. നമ്മൾ ഇപ്പോൾ കണ്ട് വസായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂർ ഡിലേ ഉണ്ട്. ഇന്ന് നമുക്ക് കൊങ്കൺ റെയിൽവേയുടെ കലാവിരുതുകൾ കാണാം കേട്ടോ. സാധാരണ ഈ ടൈം സ്ലോട്ടിലെ വണ്ടികളൊന്നും കൊങ്കൺ അധികം അങ്ങനെ തേക്കാറൊന്നുമില്ല. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന ദിവസം ഇനി എന്താവോ എന്തോ. നല്ല അടിപൊളി ഒരു G5 കിടക്കുന്നുണ്ടോ, ഇറ്റാർസിയുടെ. നമുക്ക് ഇതൊക്കെ പഴയ സാധനങ്ങളായിരുന്നു, അധികം നാൾ കാണത്തില്ല ഇനി. നല്ല ഭംഗി. ആ ഫ്രണ്ടിലത്തെ G5 ആണ്, ഒരു ക്ലാസിക് ലുക്ക്. വസായി റോഡ് എത്തുന്നത് നമ്മളൊരു 36 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് കേട്ടോ. ഇനിയിപ്പം ഇവിടെ നിന്ന് ഇനി പനവേലെത്തുന്ന മിക്കവാറും ഒരു 8 മണി അടുപ്പിച്ചായിരിക്കും. മഴയുടെ ലക്ഷണമുണ്ട്. കൊങ്കണിൽ മഴ കിട്ടിയാൽ കാണാൻ അത്യാവശ്യം കൊള്ളായിരിക്കും, അല്ലെങ്കിൽ ബോറായിരിക്കും. മഴയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇന്നലെ രാത്രി നല്ല സുഖമായിട്ട് ഉറങ്ങി കേട്ടോ. ആ ഒരു പാർട്ടീഷൻ ഉള്ളതുകൊണ്ട് വെട്ടമൊന്നും അടിച്ചൊന്നുമില്ല. നല്ല സുഖമായിട്ട് ഉറങ്ങി, ഒരു പ്രശ്നമില്ലായിരുന്നു. രാത്രിയിൽ അങ്ങനെ ആരും കയറി ശല്യപ്പെടുത്തിയില്ലായിരുന്നു. നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്ന് അങ്ങനെ എടുത്തിരിക്കുകയാണ്. ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. വെസ്റ്റേൺ റെയിൽവേയുടെ ക്രൂ ആണെന്ന് തോന്നുന്നു ഇവിടെ ഇറങ്ങി. ഇനി സെൻട്രൽ റെയിൽവേയുടെ ക്രൂ ആയിരിക്കും മിക്കവാറും ഇവിടെ നിന്ന് കയറിയത്. അപ്പോൾ ക്രൂ ചേഞ്ച് കഴിഞ്ഞ് വണ്ടി എടുത്ത്. ഈ വസായി റോഡ് ഭാഗം കഴിഞ്ഞാലേ പിന്നെ സെൻട്രൽ റെയിൽവേ തുടങ്ങും കേട്ടോ. സെൻട്രൽ റെയിൽവേ മുംബൈ ഡിവിഷനാണ്. പിന്നെ അതായിരിക്കും പിന്നെ അങ്ങോട്ട് ഇനി പിന്നെ നമ്മൾ KR കയറുന്നവരെ ഇനി സെൻട്രൽ റെയിൽവേ ആണ്. വണ്ടിയിൽ പാൻട്രി കാർ ഇല്ല കേട്ടോ. അതാണ് ഒരു മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പാൻട്രി ഇല്ല. അപ്പം പുറത്തുനിന്ന് നമുക്ക് ഫുഡ് മേടിക്കാനേ നിവൃത്തിയുള്ളൂ. രാവിലെ ഇപ്പോൾ പൻവേലിന് IRCTC മറ്റേ ഫുഡ് ഓൺ ട്രാക്ക് വഴി പറഞ്ഞിട്ടുണ്ട്. അവിടെ സൊമാറ്റോ ഒന്നുമില്ല. മറ്റേ മലയാളി ഫുഡ് കിട്ടുന്നിടത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയാം ബൾക്ക് ഓർഡർ ഉണ്ടല്ലേ കൊണ്ട് തരത്തുള്ളെന്ന്. എന്ത് പറയാൻ, ഒരെണ്ണമായിട്ട് തരാൻ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് ഞാൻ മറ്റേ ഫുഡ് ഓൺ ട്രാക്ക് ആ സംഭവത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പറാട്ട എന്തോ കൊണ്ട് തന്നാൽ മതി.
നമ്മളങ്ങനെ ദിവ ജംഗ്ഷൻ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ദൂരം നമ്മൾ അടിപൊളിയായിട്ട് വന്നു. ഇനിയാണ് ഫുൾ അടിപൊളി കാഴ്ചകൾ കാണാൻ പോകുന്നത്. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിൽ മംഗള കയറും. ഈ മംഗള കയറിയിട്ട് ഇപ്പോൾ അത്യാവശ്യം മംഗളമായിട്ട് ഗ്യാപ്പുണ്ട്. മംഗള ഇപ്പോൾ പൻവേലൊക്കെ ആയതേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മളതിൻ്റെ പുറകിലെത്തും. ഇവർ ജന്മം ചെയ്താൽ കയറ്റി വിടത്തില്ല. കാരണം അതാണ് ആദ്യം പോകേണ്ടത്. മംഗള ലേറ്റായിട്ട് ഈ വണ്ടിയുടെ ട്രാക്കിൽ കയറി വരുവാണെങ്കിൽ മാത്രമേ ഇത് ഓവർടേക്ക് അടിക്കത്തുള്ളൂ. എറണാകുളം വരെ മംഗളയുടെ പുറകിലായിരിക്കും ഈ വണ്ടി പോകുന്നത്. അതാണ് ഈ സ്ലോട്ട് വണ്ടികൾ ഇത്രയും ഈ സ്ലോ ആവുന്നത് നമ്മൾ അടുത്തുമ്പോഴേക്കും. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ തേജസ് നമ്മുടെ ഫ്രണ്ടിൽ വരും. തേജസ് മടുക വരെ നമ്മുടെ ഫ്രണ്ടിലായിരിക്കും. അങ്ങനെയാണ് പോകുന്നത് കൊങ്ങടി കൂടെ. ഫുള്ളി 2 വണ്ടികളുടെ ബാഗിലായിരിക്കും നമ്മൾ പോകുന്നത്. നമ്മുടെ യോഗനഗരി അങ്ങനെ ഒരു 23 മിനിറ്റ് ലേറ്റായിട്ട് പനവേൽ കയറുവാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇനി ഒരു കുറച്ച് ദൂരം കൂടെ ഒക്കെ പോയാൽ നമ്മൾ ഈ കൊങ്കൺ ഡേവിൽ കയറും. ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ് കേട്ടോ. ഇന്നലെയൊക്കെ എന്തോ വെയിലാണ് അറിയോ. ഇന്ന് നല്ല കിടലൻ ക്ലൈമറ്റ്, നല്ല തണുപ്പ്, മഴയുടെ ഒക്കെ ലക്ഷണമുണ്ട്. മുംബൈ മടുക തേജസ് നമ്മളെക്കാട്ട് ഒരു 3 സ്റ്റേഷൻ മുന്നിലുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ മംഗളയുണ്ട്. അപ്പോൾ മംഗളേനെ ഈ സാധനം ഇടയിൽ വെച്ച് ഓവർടേക്ക് അടിക്കും തേജസ്. അപ്പോൾ ഓർഡർ വരുന്നത് തേജസ് ആദ്യം, അതിൻ്റെ പുറകിൽ മംഗള, അതിൻ്റെ പുറകിൽ നമ്മൾ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി കേട്ടോ. വണ്ടി വന്നപ്പോൾ തന്നെ നമുക്ക് കൊണ്ടു തന്നു കേട്ടോ. ഇവിടെ ഒരു മികച്ച കൺട്രോളിങ്ങിന്റെ ഉദാഹരണം കാണിച്ചു തരാം. നമ്മളെ വണ്ടി ഇവിടെ വന്നു. ഇത് മറ്റേ സിന്ധുദുർഗ് എക്സ്പ്രസ് എന്ന് പറഞ്ഞ പാസഞ്ചർ പോലത്തെ വണ്ടിയാണ്. നമ്മൾ വന്നപ്പോഴേക്കും ഈ വണ്ടിക്ക് സിഗ്നൽ എടുത്തു പോരെ. ഇനി അത് പോയിട്ട് അതിനി അടുത്ത സ്റ്റേഷനെത്താൻ നമ്മളെ വിടത്തില്ല. അതിന് ഓവർടേക്ക് അടിച്ച ഭാഗ്യം, അത്രേ ഉള്ളൂ. എന്തോ പരിപാടിയൊക്കെ നോക്കണേ. ഞാൻ കരുതി നമ്മൾ പോയിട്ടായിരിക്കും ഈ വണ്ടി പോകുന്നതെന്ന്. പക്ഷെ നേരെ തിരിച്ചാ, അത് പോയിട്ടായിരുന്നു നമ്മൾ പോകുന്നത്. നമ്മുടെ വണ്ടിയുടെ അപ്പുറത്തെ സൈഡിലെ ട്രെയിൻ ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതുണ്ട് ട്രിവാൻഡ്രം നോർത്തിൻ്റെ അവിടെ കോവളത്തെ ഒരു പടവും ഋഷികേശിൻ്റെ അവിടുത്തെ ഒരു പടവും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ട്രെയിൻ ബോർഡല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കോ കേട്ടോ. റോയപുരത്തിൻ്റെ ഒരു WP7 ലോക്കോ ആണ്. 30-367. കാണാൻ വലിയ ലുക്കിലേലും നല്ല പെർഫോമൻസ് ആണ്. നമ്മുടെ വണ്ടി ഓടിക്കുന്നത് കൊങ്കൺ റെയിൽവേയുടെ ക്രൂ അല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു വസായൻ്റെ സെൻട്രൽ റെയിൽവേയുടെ ക്രൂ ആണ് ഇപ്പോൾ ഓടിക്കുന്നത്. ഇനി അവർ രത്നഗിരി വരെ ഉണ്ടോ എന്ന് അറിയത്തില്ല. കൊങ്കൺ റെയിൽവേയുടെ ക്രൂ അല്ല ഓടിക്കുന്നത്, സെൻട്രൽ റെയിൽവേയുടെ ക്രൂ ആണ്. ഞാൻ കഴിക്കാൻ മേടിച്ചത് ഇത് പനീർ പറാട്ട അങ്ങനെ എന്തോ ആണ് കേട്ടോ. പിന്നെ 2 അച്ചാറും തൈരും. ഇതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചത്. ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ട് വന്നു. അപ്പോൾ നമ്മുടെ വണ്ടി പൻവേലിൽ നിന്നൊക്കെ ഒരു കുറച്ച് താമസിച്ചാണ് വിട്ടത്. ഇപ്പോൾ ഒരു 45 മിനിറ്റ്സ് ലേറ്റ് ഉണ്ട്. ആ ദിവ സവന്ത്വാടി സിന്ധുദുർഗ് എക്സ്പ്രസ്സിന് പുറകിൽ ഇട്ടുവാണ്. അത് ഓവർടേക്ക് കൊടുക്കുന്നില്ല. എന്തോ പറയാനറിയിക്കണേ. അത്യാവശ്യം മഴക്കാറുണ്ട്. കൊങ്ങണി കയറുമ്പോൾ അത്യാവശ്യം നല്ല വിഷ്വൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൊള്ളാം എന്തായാലും. ഇതിനകത്ത് രാവിലെ പൻവേലിൽ നിന്ന് ഒരു കാറ്ററിംഗ് ടീം കയറി രാവിലെ ഭക്ഷണം കൊണ്ടുപോകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഞാൻ ആ പറാട്ട മേടിച്ച് അതാണ് കഴിച്ചത്. ഉച്ചയ്ക്ക് ഇനി എന്തെങ്കിലും ചെയ്യണം. രത്നഗിരി നല്ല ഓർഡർ ചെയ്യണം, അല്ലെങ്കിൽ രത്നഗിരി നല്ല ബിരിയാണി കിട്ടും. അവിടെ നിന്നാലും ബിരിയാണി എല്ലാം വാങ്ങിക്കാം. വണ്ടിയിലെ ആൾക്കാരൊക്കെ കുറേ പേര് വസായൊക്കെ ആയപ്പോൾ പൻവേലൊക്കെ ആയപ്പോൾ ഇറങ്ങി കേട്ടോ. ഇവിടെ ആരുമില്ല, അപ്പുറത്തും ആരുമില്ല. ചിലപ്പോൾ ഈ മടുകാന്നൊക്കെ ആൾക്കാർ കയറുമായിരിക്കും.
സെൻട്രൽ റെയിൽവേ സോൺ നമ്മൾ കഴിയാറായിട്ടുണ്ട്. നമ്മളിപ്പോൾ നാഗോട്ടാണിൽ എന്നൊരു സ്ഥലം കഴിഞ്ഞ് രോഹ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ വളരെ ഈ ഒരു സ്പീഡിലാണ് കൂടുതൽ പോകുന്നത്. മുന്നിൽ ആ സാവന്ത്വാടി പോകുന്ന വണ്ടി ഉള്ളതുകൊണ്ടേ ഇതിങ്ങനെ ഉരുട്ടിയാണ് ഈ സാധനം പോകുന്നത്. എന്തോ പറയാനതൊക്കെ. പിന്നെ ഇതിന് സ്ലാക്ക് ടൈം ഉണ്ട്, അതുകൊണ്ടൊക്കെ ആയിരിക്കും അതിൻ്റെ കയറ്റി ഇട്ടത്. പയ്യങ്ങ് എത്തിയാൽ പോരെ, 1:30 രത്നഗിരി എത്തിയാൽ മതി. ഇത് നല്ല രസമുണ്ടല്ലേ, കോടയൊക്കെ മൂടി നിൽക്കുന്നുണ്ടോ, ആ മലയൊക്കെ സൂപ്പർ അല്ലേ. നമ്മളങ്ങനെ സെൻട്രൽ റെയിൽവേ എന്താണ് കൊങ്കൺ റെയിൽവേയിലേക്ക് കയറുവാണ്. കൊങ്കൺ റെയിൽവേ നമ്മളെ രോഹ സ്റ്റേഷൻ എത്തുവാട്ടോ. നമ്മളങ്ങനെ കൊങ്കണി കയറി അടിച്ചിട്ട് പോവാണ്. മറ്റേ വണ്ടി ഇപ്പോഴും ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അതിനെ ഓവർടേക്ക് അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നോക്കാം. വണ്ടി ഇപ്പോൾ അടിച്ച് മിന്നിച്ചാണ് പോകുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ സിംഗിൾ ലൈനിൽ കയറും. നമ്മൾ കുറച്ച് ദൂരം കൂടെ കഴിയുമ്പോഴേക്കും നമ്മൾ കൊങ്കണിലെ സിംഗിൾ ലൈൻ സെക്ഷൻ തുടങ്ങും. ഒന്നെങ്കിൽ അതിന് മുന്നേ അല്ലാതെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ യാത്ര തുടങ്ങിയ ആ വണ്ടി നമുക്ക് കാണാൻ കിട്ടും. കേരള സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ്. അത് ഇന്ന് 2.5 മണിക്കൂർ ലേറ്റ് ആയിട്ട്. കൊങ്കണിൻ്റെ ഇവിടെ നല്ല തേപ്പ് കിട്ടി വരുന്നുണ്ട്. 2.5 മണിക്കൂർ ലേറ്റാണ്. അപ്പോൾ അത് നമുക്ക് ഒന്നെങ്കിൽ സിംഗിൾ ലൈൻ സെക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ അല്ലാതെ കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ ഏതാണ്ട് വീർ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. നമ്മൾ ആ ഗോറിഗാവ് റോഡ് എന്നൊരു സ്റ്റേഷനുണ്ട്, തൊട്ട് മുന്നേ ഉള്ള സ്റ്റേഷൻ. അവിടെ വെച്ചിട്ട് നേരത്തെ ആ സിന്ധുദുർഗ എക്സ്പ്രസിനെ ഓവർടേക്ക് അടിച്ചായിരുന്നു, കാണാൻ പറ്റിയില്ല പക്ഷേ. അപ്പോൾ അടുത്ത സ്റ്റേഷനിൽ നമ്മുടെ കേരള സമ്പർക്ക് ക്രാന്തി കിടപ്പുണ്ട്. നമുക്ക് വേണ്ടി ക്രോസിങ്ങിനായിട്ട് കാണിച്ചു തരാം. നല്ല മഴ തുടങ്ങിയപ്പോൾ, നല്ല കിടിലൻ മഴ കണ്ടോ. പൊങ്കലിൽ കയറിയപ്പോഴേക്കും നല്ല സൂപ്പർ മഴ തുടങ്ങി. അപ്പോൾ KSK അടുത്ത സ്റ്റേഷനിൽ കിടപ്പുണ്ട്. നമ്മളങ്ങനെ KSKനെ സാപ്പേ വാമന സ്റ്റേഷനിൽ വെച്ചിട്ട് ക്രോസ് ചെയ്തു. അത് പിടിച്ചിട്ടൊക്കെ ഒരു നല്ല മഴയായിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ. അപ്പോൾ ഇനി അടുത്തത് മംഗളയാണ്. മംഗള ഇനി ഒരു 3-4 സ്റ്റേഷൻ കൂടെ ഉണ്ട്. മംഗള പിടിച്ചിടോ നമ്മൾ പിടിച്ചിടോ നോക്കാം ഇനി.
ഇവിടെ എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിനേരെ സ്റ്റേഷനിലേക്കാണ് കയറാൻ പോവാണ്. പിന്നെ പോക്ക് കണ്ട് എനിക്ക് തോന്നുന്നു ഇത് ക്രോസിങ്ങിന് പിടിക്കാൻ തോന്നുന്നു. നോക്കാം എന്തായാലും. അതെ അതെ അതെ, ക്രോസിങ് ആട്ടോ. കാരണം ക്രോസിങ്ങിന് വേണ്ടി ലൂപ്പ് ട്രാക്കിൽ നമ്മളെ കയറ്റി അങ്ങനെ കൊങ്കണിൽ കയറിയിട്ട് ഫസ്റ്റ് ക്രോസിങ് കിട്ടുവാണ്. ക്രോസിങ്ങിനായിട്ട് വരുന്നത് നമ്മുടെ എറണാകുളം നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപാണ്. അപ്പോൾ അത് വന്നിട്ടേ നമ്മൾ പോകത്തുള്ളൂ. മഴയും വെയിലും കൂടെ ഉള്ളൊരു വല്ലാത്തൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ കേട്ടോ. ഇപ്പോൾ വേണ്ട വെയിൽ വന്നു, കുറച്ചും പോലെ മഴയാണ്, ഇപ്പോൾ വേണ്ട പിന്നെയും വെയിൽ വന്നു. വണ്ടി നിർത്തിയപ്പോൾ എല്ലാ എണ്ണവും ട്രാക്കിലിറങ്ങി സിഗരറ്റ് വലിക്കുന്നുണ്ട്. ഒരുത്തരും സിഗരറ്റ് വലിക്കാതിരിക്കാൻ ഒരു ദിവസം പോലും പറ്റത്തില്ല. നോക്ക്, ഇതുപോലെ സോക്കേടുള്ളവന്മാർ നോക്ക് എന്ത് സ്വഭാവം നോക്കി ഒരുത്തന്മാരുടെയൊക്കെ. ട്രെയിനകത്ത് തന്നെ സിഗരറ്റ് വലിക്കാൻ പാടില്ല, അതുകൊണ്ട് പുറത്ത് തന്നെ സിഗരറ്റ് വലിക്കുന്നു. നോക്ക്, അതും ട്രാക്കിൻ്റെ നടുക്ക് വണ്ടി ഇപ്പോൾ വരും, ആ ഒരു ബോധം പോലും ഇല്ല ഒരുത്തിനും. അതേ ട്രാക്കിലിറങ്ങിയമാരെ തൂക്കാൻ വേണ്ടി RPF പോയിട്ടുണ്ട്. നോക്ക്, തൂക്കിയെടുത്ത് 2 ആട്ടം കൊടുക്കണം, അതാ വേണ്ടത്. നോക്ക് എന്തോ അസുഖമാണ് നോക്കി ഒരുത്തന്മാർക്കൊക്കെ. ക്രോസിംഗ് കഴിഞ്ഞ് നമ്മുടെ യോഗനഗരി എടുത്തിരിക്കുകയാണ് വിനേരെ സ്റ്റേഷനിൽ നിന്നും. ഇപ്പോൾ 27 മിനിറ്റ് ഡിലേ മാത്രമാണ് കാണിക്കുന്നത്. ഇനി അതിൽ കൂടാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയത്തില്ല, പൊങ്ങണ്ട കാര്യമല്ലേ. യോഗനഗരിക്ക് ആകെ കൊങ്കണിൽ 3 സ്റ്റോപ്പേ ഉള്ളൂ കേട്ടോ. രത്നഗിരി, മടക, ഉടുപ്പി, ഈ 3 സ്റ്റോപ്പേ ഉള്ളൂ. ഇതിന് കുറച്ചുകൂടെ അഗ്രസീവ് ടൈറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ല വേഗത്തിന് പോകും. ഈ 3 സ്റ്റോപ്പേ ഉള്ളതുകൊണ്ട് അടിച്ചിട്ട് പോകും. പക്ഷെ മൺസൂൺ ടൈം ടേബിൾ അല്ല, അതുകൊണ്ട് അവർ സ്ലാക്ക് മാക്സിമം ഇട്ട് വണ്ടി ഓടിക്കത്തുള്ളൂ. ഈ മഴക്കാലം ആയതുകൊണ്ട് പലയിടത്തും സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഈ ടണലിൽ അവിടെ പിന്നെ ഈ ഇടിഞ്ഞ് വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ സ്പീഡ് റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രെയിൻ അടക്കി ഇങ്ങനെ പയ്യേ പോകത്തുള്ളൂ. കേട് സ്റ്റേഷനിൽ ഇതുണ്ട്, കാറ് കൊണ്ടുപോകുന്ന ഒരു കുച്ചിലെ കിടക്കുന്നുണ്ടോ. അപ്പോൾ അതിവിടെ നടക്കുന്നതുകൊണ്ട് നമ്മൾ ലൂപ്പ് ട്രാക്ക് വഴി സ്കിപ്പ് അടിച്ച് പോവാണേ. കേട്ടോ, ലോക്കൊന്നും ഇല്ല, അതൊക്കെ എവിടെ അയച്ചോണ്ട് പോയി. ഇതിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് എനിക്കൊരു ദിവസങ്ങളായെന്ന് തോന്നുന്നു. അടുത്ത ക്രോസിങ്ങിനായിട്ട് നമ്മുടെ യോഗനഗരിയെ വീണ്ടും പിടിക്കുകയാണ്. ഇത് ചിപ്പിളിൻ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ സ്റ്റോപ്പുള്ള നമ്മുടെ മുംബൈ LTT പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ ഇങ്ങോട്ട് വരും. അപ്പോൾ അത് വന്നിട്ട് ഇനി പോകത്തുള്ളൂ.
ഈ റൂട്ടിലെ മെയിൻ സ്റ്റേഷനുള്ള ഒരെണ്ണമാണ് ഈ ചിപ്ലു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 3 പ്ലാറ്റ്ഫോമും പിന്നെ വെള്ളം നിറയ്ക്കുന്ന സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ നേത്രാവതി കണ്ട് ഇവിടെ ഈ പ്ലാറ്റ്ഫോം 1 വന്ന് കുറച്ച് കഴിയുമ്പോൾ കയറും. നമ്മുടെ യാത്രയുടെ ദൂരം എത്രയെന്നറിയോ? 3714 കിലോമീറ്ററാണ്. 56 മണിക്കൂർ 15 മിനിറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 1600 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ ഈ കവർ ചെയ്ത് ട്രിവാൻഡ്രം എത്തുമ്പോൾ 3714 ആവും. നേത്രാവതി 1 മണിക്കൂർ 20 മിനിറ്റ് ഡിലേ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ നേത്രാവതി ഒന്ന് കയറി ഇനി നമ്മളിപ്പോൾ എടുത്തുകൊണ്ട് പോകും. നമ്മുടെ യോഗനഗരി ഒരു 26 മിനിറ്റ് ഡിലേ മാത്രമേ ഉള്ളൂ. കാരണം സ്ലാക്ക് അത്യാവശ്യം ഉണ്ടല്ലോ. 1:30 ഇത് രത്നഗിരി എത്തിയാൽ മതി. നമ്മൾ ഓരോ തവണ വരുമ്പോഴും ഓരോ ക്ലൈമറ്റാണ്. ഇപ്പോൾ നോക്ക് നല്ല മൂടി ക്ലൈമറ്റ്. കുറച്ച് മുമ്പ് വെയിലായിരുന്നു, ഇപ്പോൾ നല്ല മൂടി ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നല്ല ക്ലൈമറ്റ് കേട്ടോ. ഇപ്പോൾ നല്ല ഹെവി മഴ കേട്ടോ, നല്ല മഴയാണ്. ഇപ്പോൾ ടണലിൽ അവിടെയൊക്കെ ആകുമ്പോൾ വെള്ളമാണ് ടണലിൽ താഴെയൊക്കെ. ട്രെയിനാണ്ട് വളരെ പയ്യാണ് ഇപ്പോൾ പോകുന്നത്. അടുത്ത ക്രോസിങ്ങിന് നമ്മൾ പിടിക്കുകയാണ്. ഇത് സ്റ്റേഷൻ്റെ പേര് കടവ എന്നാണ്. ഇവിടെ വരാൻ പോകുന്ന വണ്ടി മംഗലാപുരം ജംഗ്ഷൻ സൂറത്ത് എക്സ്പ്രസ് ഉണ്ടല്ലോ, നേരത്തെ മംഗലാപുരം ഉദയൻ സ്പെഷ്യല്, ആ വണ്ടിയാണ്. അത് വന്നിട്ട് അതിന് നമ്മൾ പോകത്തുള്ളൂ. നല്ല പൊരിഞ്ഞ മഴയാണ്. അപ്പോൾ ആ മഴയത്ത് ആ ട്രെയിൻ വരുന്നത് കാണാൻ പറ്റും. വളരെ പയ്യെ കേട്ടോ സൂറത്ത് എക്സ്പ്രസ് പോയത്. വലിയ സ്പീഡൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു. നല്ല ക്ലൈമറ്റാണ്. ഇങ്ങനെ ചെറിയ മഴ,
ഒരു രക്ഷയില്ല കേട്ടോ. വെയിലെന്ന് പറഞ്ഞ സാധനമില്ല. ഇന്നലെ ആണെങ്കിൽ കൊടും വെയിലായിരുന്നു, ഇന്ന് വെയിലേ ഇല്ല. എന്തോ അല്ലേ. ഗൈസ്, ഇവിടെ ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ്. നമ്മുടെ വണ്ടി സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇവിടെ സംഗമേശ്വർ റോഡ് സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. ക്രോസിങ്ങിന് പിടിക്കുകയാണ്. കോയമ്പത്തൂർ ജബൽപൂർ വരാൻ വേണ്ടിയിട്ട്. എൻ്റെ ദൈവമേ, കോയമ്പത്തൂർ ജബൽപൂർ വരാൻ വേണ്ടി സംഗമേശ്വർ റോഡിൽ നമ്മൾ ഒതുക്കുക. എന്തൊക്കെ കാരണം, കൊങ്കണിലെല്ലാം ഒരുപോലെയാണ്. ഇവിടെ ഗ്യാസ് കൊണ്ടുപോകുന്ന ഒരു ഗുഡ്സ് ട്രെയിൻ ഓൾറെഡി കിടപ്പുണ്ട്. അപ്പം മറ്റേ കോയമ്പത്തൂർ ജബൽപൂർ വരുന്ന അപ്പുറത്തെ ട്രാക്കിലാണ്. അതപ്പോൾ ക്രോസ് ചെയ്ത് പോവും. അയ്യോ, സൂപ്പർ ഫാസ്റ്റിനെ ഒതുക്കിയിട്ട് ജബൽപൂർ കയറി പോകും. നല്ല ഇടിവെട്ട് കേട്ടോ, ഇടിയുണ്ട്, ഇടി. അപ്പോൾ ജബൽപൂർ ഇപ്പോൾ പാസ് ചെയ്ത് പോകും. ജബൽപൂർ പോകുന്നതിൻ്റെ ശബ്ദം കേട്ടോ നിങ്ങൾ? കാണാൻ പറ്റത്തില്ല ഇവിടെ. അതൊരു ഇപ്പോൾ മെയിൻ പ്രശ്നം. പക്ഷേ ഈ സാധനം ഇവിടെ കിടപ്പില്ലായിരുന്നു, അത് മര്യാദയ്ക്ക് എടുക്കുകയായിരുന്നു. എന്തൊരു കഷ്ടമാണ് നോക്കളെ. അങ്ങനെ കോയമ്പത്തൂർ ജബൽപൂർ ആയിട്ട് പാസ് ചെയ്ത് പോകണം അപ്പുറത്തോടി. നമ്മളിവിടെ പിടിച്ചിട്ട് ഇപ്പോൾ 1 മണിയായി സമയം. അരമണിക്കൂർ അല്ല 30-40 മിനിറ്റ് ലേറ്റ് ഉണ്ട് നമ്മളിപ്പോൾ. മഴയൊക്കെ പെയ്ത് ഇജാതി മൂഡ് ക്ലൈമറ്റ് നോക്കി, എന്തോ മൂടാന്ന് നോക്കി. നല്ല രസമുണ്ട് യാത്ര ചെയ്യാൻ വേണ്ടി. മഴയത്ത് കൊങ്ങണിക്കൂടെ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് എത്ര യാത്ര ചെയ്താലും മതിയാകത്തില്ല ഈ കൊങ്ങണിക്കൂടെ മഴയത്ത്. നമ്മളിപ്പോൾ ഉക്ഷി സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. ഉക്ഷിയിൽ ഇപ്പോൾ എന്തായാലും മഴ ആയതുകൊണ്ട് ആ സ്റ്റേഷനിൽ വെള്ളം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലായിടത്തും വെള്ളമുണ്ട്, നദിയിലാണെങ്കിലും നല്ല വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഉക്ഷി സ്റ്റേഷനിൽ വെള്ളം കാണുമെന്ന് നോക്കാം. നമ്മൾ കണ്ട് ഉക്ഷി സ്റ്റേഷനിലേക്ക് കയറുവാണ്. ഇവിടെ ക്രോസിംഗ് ഉണ്ട് ഇതിന്. അപ്പോൾ ക്രോസിങ്ങിനായിട്ട് ലെഫ്റ്റിലത്തെ ട്രാക്കിലേക്കാണ് കയറ്റുന്നത്. അപ്പോൾ ഏത് വണ്ടിയാണെന്ന് അറിയത്തില്ല, എനിക്ക് റേറ്റ് ഇല്ലാത്ത കാരണം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഏത് വണ്ടിയാണെന്ന്. വെള്ളച്ചാട്ടം ഉണ്ടായാൽ മതി അവിടെ സ്റ്റേഷനിൽ. പക്ഷെ ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞെന്ന് തോന്നുന്നു. നോക്കാം, വെള്ളച്ചാട്ടം കാണാൻ മിക്കവാറും. ലൂപ്പ് ട്രാക്കിൽ ഒതുക്കി. ഈ സ്റ്റേഷനകത്ത് തന്നെ ഒരു ടണലുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ഗുഡ്സ് എല്ലാം ആവാനാണ് ചാൻസ്. ഞാൻ നോക്കിയിട്ട് പാസഞ്ചർ വണ്ടിയുടെ ഒന്നും കാണിക്കുന്നില്ല, അറിയത്തില്ല. നോക്കാം എന്തായാലും. കണ്ട് ഇവിടെ ആണ് വെള്ളച്ചാട്ടം. കണ്ടോ നൈസ്. എനിക്ക് ഇതിലും വെള്ളം ഉണ്ടാവാറുണ്ട് ചില സമയത്ത്. ഇതിപ്പോൾ വെള്ളം കുറവാണ്. കണ്ടാ, മഴ പെയ്ത് വരുന്നതല്ലേ ഉള്ളൂ. അടിപൊളിയിൽ ഇവിടെ ഉണ്ട് ഒരു വെള്ളച്ചാട്ടം. 2 വെള്ളച്ചാട്ടമുള്ള റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിൽ എവിടെ ഉണ്ട് ഇങ്ങനെ വെള്ളച്ചാട്ടമുള്ള റെയിൽവേ സ്റ്റേഷൻ? കണ്ടോ അടിപൊളിയിൽ. കുറേ കുരങ്ങന്മാർ ഇരിപ്പുണ്ട്, വായി നോക്കിക്കൊണ്ട്. ഉണ്ട് കുരങ്ങന്മാരുടെയൊക്കെ ഇരിപ്പ് കണ്ടില്ലേ, എന്തോ സ്റ്റൈല്. വേറെ പലതും കാണാൻ വേണ്ട. കുരങ്ങന്മാരുടെയൊക്കെ ഇരിപ്പ് കണ്ടോ, എന്തോ വലിയ. അത് ആറ്റിറ്റ്യൂഡ് നോക്കിയേ ഓരോരുത്തരുടെയൊക്കെ. ഇതൊരു കൊച്ചു കുരങ്ങനുണ്ട് ഇവിടെ. ഇവന് ഭയങ്കര ആറ്റിറ്റ്യൂഡ് കണ്ട്. ഇവന് കണ്ടോ, ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡ്. LPG കൊണ്ടുവന്ന BTP GLN ഗുഡ്സാണ് പോയത് കേട്ടോ. അപ്പോൾ അത് പോകാൻ വേണ്ടിയായിരുന്നു പിടിച്ചിട്ടത്. നൈസ്. എന്തോ നല്ല സ്പീഡിലായിരുന്നു പോയത്. ഇനിയും ക്രോസിങ് കിടപ്പുണ്ട്. ഇനി ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി. ആര് പിടിക്കുമെന്ന് കണ്ടറിയാം. അമ്മ, ഇവിടെ വലിയൊരു വെള്ളച്ചാട്ടം. ഇവിടെ എല്ലാം ഉണ്ട്, നോക്ക്.
ഇപ്പോൾ ഒരു ടണൽ വരും. ഈ ടണൽ കണ്ടാണ് ഞാൻ എപ്പോഴും കാണിക്കുന്ന മറ്റേ വെള്ളച്ചാട്ടം ഇല്ല, അത് കാണിച്ചു തരാവേ. ഇപ്പൊ നല്ല മഴയുള്ളതുകൊണ്ട് നല്ല വെള്ളം ഉണ്ട് ആ വെള്ളച്ചാട്ടത്തിൽ കേട്ടോ. നമ്മൾ ലാസ്റ്റ് ടൈം കണ്ടതിനെക്കാട്ടും നല്ല വെള്ളമുണ്ട് ഇപ്പോൾ. നമ്മൾ പോകാൻ വേണ്ടി സിന്ധുദുർഗ എക്സ്പ്രസ് ഇവിടെ ഓക്കെ സ്റ്റേഷനിൽ പിടിച്ചിട്ടേക്കുമായിരുന്നു. സാവന്ത്വാടിന് ദിവ പോകുന്ന വണ്ടിയത് കേട്ടോ. ഒന്ന് 20-നാണ് നമ്മുടെ ഋഷികേശ് കൊച്ചുവേളി ഇവിടെ രത്നഗിരി എത്തേണ്ടത്. ഇപ്പോൾ സമയം 2:05. 1 മണിക്കൂർ അടുപ്പിച്ച് ലേറ്റ് ആവും മിക്കവാറും ഇവിടെ നിന്ന് വിടുമ്പോഴേക്കും. നമ്മളങ്ങനെ രത്നഗിരി കയറുവാണ്. മഡ്ഗാവ് CSMT മണ്ടോവി എക്സ്പ്രസ് ആണ് വേണ്ട പ്ലാറ്റ്ഫോം 2 കിടക്കുന്നത് കേട്ടോ. നമ്മൾ പ്ലാറ്റ്ഫോം 1 കയറുന്നത്, ലെഫ്റ്റിലേക്ക്. അതുകൊണ്ട് ഇവിടെ ലൂപ്പ് ചെയ്ത് കയറുന്നതാണ്ട. ഈ വസായിന്ന് കയറിയ ക്രൂ എതിരായിട്ട് ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ രത്നഗിരി ഇറങ്ങുമെന്ന് തോന്നുന്നു. കാരണം അതിനിടയ്ക്ക് എങ്ങും ക്രൂ ചെയ്യുന്ന നടന്നില്ല. അപ്പോൾ ഇവിടെ വെച്ച് ക്രൂ ചെയ്യുന്ന നടക്കും എന്തായാലും. രത്നഗിരി സ്റ്റേഷനിൽ നിന്ന് ചിക്കൻ ബിരിയാണി മേടിച്ചു കേട്ടോ ഉച്ച കഴിക്കാൻ വേണ്ടി. 130 രൂപയാണ് ഇതിന് കേട്ടോ. നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതാണ് ഉച്ചക്കത്തെ ലഞ്ച്. ഇപ്പം തന്നെ നമ്മുടെ വണ്ടി 1 മണിക്കൂർ ലേറ്റായി. ഇനിയിപ്പം മഡ്ഗാവ് ബാന്ദ്ര എന്നൊരു വണ്ടിയുണ്ട്, അത് വന്നിട്ടേ പോകത്തുള്ളൂ. കാണാൻ പറ്റത്തില്ല, പക്ഷേ ഇവിടെ ഗുഡ്സ് കിടക്കുന്നതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അത് നിവസാറിന് സ്റ്റേഷൻ വിട്ട് തൊട്ടടുത്ത സ്റ്റേഷൻ അത് വിട്ട് ഇവിടെ വന്നിട്ട് ഇനി പോകത്തുള്ളൂ. അപ്പോൾ ഇനി ഡിലേ കൂടാൻ ചാൻസ് ഉണ്ട്, നോക്കാം എന്തായാലും. മറ്റേ ബാന്ദ്ര ടെർമിനസ് വണ്ടി വരുന്നതിന് മുന്നേ നമ്മൾ എടുത്തു കേട്ടോ. നമ്മുടെ തൊട്ട് മുന്നിൽ ഇപ്പോൾ മംഗളമുണ്ട്. ഞാൻ പറഞ്ഞില്ല തൊട്ട് മുന്നിൽ മംഗള വരുമെന്ന്. നേരത്തെ മംഗളമായിട്ട് നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ മംഗള തൊട്ട് ഫ്രണ്ടിലുണ്ട്. ഇപ്പോൾ മംഗള ഫ്രണ്ടിലുള്ളതുകൊണ്ട് ഇനി എല്ലായിടത്തും പിടിക്കുമായിരിക്കും മിക്കവാറും കേട്ടോ. മംഗള ഓവർടേക്ക് അടിക്കത്തില്ല, അതാണ് മെയിൻ പ്രശ്നം. മംഗള ഓവർടേക്ക് അടിക്കില്ല, തൊട്ട് ഫ്രണ്ടിൽ ഇപ്പം മംഗളമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ രത്നഗിരിയിൽ നിന്ന് വിട്ട് ഇനിയിപ്പം എന്തായാലും പിടിക്കാരി കടകളൊക്കെ നോക്കാം. ഇവിടെ എല്ലാ ട്രാക്കിലും വണ്ടിയാ. ആ ഏറ്റവും റൈറ്റിലത്തെ ട്രാക്കിൽ കിടക്കുന്നതാണ് മറ്റേ മഡ്ഗാവ് ബാന്ദ്ര എക്സ്പ്രസ്. ഇവിടെ ഒരു ഗുഡ്സ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ലെഫ്റ്റ് ട്രാക്കിൽ കൂടെ ആണ് പോകുന്നത്. ഇനി ഇവിടെ ചവിട്ടുമെന്നും അറിയത്തില്ല കേട്ടോ. ഈ ഏറ്റവും ലെഫ്റ്റിലത്തെ ലൂപ്പ് ട്രാക്കിൻ്റെ സ്പീഡ് എങ്ങാണ്ട് 10-15 എങ്ങാണ്ട് ഭയങ്കര പയ്യാണ് എടുത്തോണ്ട് പോകുന്നത്. ചവിട്ടി കേട്ടോ, ചവിട്ടി. ആ മംഗള ഫ്രണ്ടിലുണ്ടല്ലോ, അതാണ് പ്രശ്നം. ഇനി എല്ലായിടത്തും നല്ല തേപ്പായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാൻ വന്നറിയോ? ഇപ്പോൾ ഒരു ക്രോസിംഗ് ഉണ്ട്, മറ്റേ ഗോവ സമ്പർക്ക ക്രാന്തി ഇല്ലേ, മഡ്ഗാവിന് ചണ്ഡീഗഡ് പോകുന്നത്. അത് ഈ മഡ്ഗാവ് ബാന്ദ്രനെ ഓവർടേക്ക് അടിക്കും. എന്നിട്ട് അത് ഓവർടേക്ക് അടിച്ചിട്ട് നമ്മൾ പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് എക്സാക്ട്ലി അത് ക്രോസിംഗ് ആണ്, മറ്റേ വണ്ടിക്ക് അത് ഓവർടേക്ക്. അപ്പം അതെല്ലാം കണ്ടിട്ട് നമ്മൾ പോകത്തുള്ളൂ കേട്ടോ. ഇപ്പോഴും ആ വണ്ടി കാണാൻ പറ്റത്തില്ല, ഈ ഗുഡ്സ് നടക്കുന്നതുകൊണ്ടേ. ആ ഗോവ സമ്പർക്ക ക്രാന്തി പോകുന്ന കാണാൻ പറ്റത്തില്ല. മറ്റേ വണ്ടി പോയി കേട്ടോ, ഗോവ സമ്പർക്ക ക്രാന്തി ആണാ പോകുന്നത്. അത് പോയിട്ട് നമ്മൾ പോകും. അതിൻ്റെ പുറകിലായിരിക്കും മറ്റേ മഡ്ഗാവ് ബാന്ദ്ര പോകുന്നത്. നമ്മുടെ വണ്ടി രണ്ട് എടുത്തിരിക്കുകയാണ്. ഇനിയുള്ള ക്രോസിംഗ് എന്ന് പറയുന്നത് വന്ദേ ഭാരതാണ്. അത് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നോക്കാം, അതിന് മുന്നേ വല്ല ഗുഡ്സ് വല്ലതും വരുമെന്ന് അറിയത്തില്ലല്ലോ. കൊങ്കണിൽ ഇപ്പോൾ ഇഷ്ടം പോലെ ഗുഡ്സ് ഓടുന്നുണ്ട്. ഈ ഉള്ളതിലും ഈ ട്രാക്കിനൊരു മീൻസ് റൂട്ടിനൊരു കപ്പാസിറ്റി ഉണ്ടല്ലോ, ആ കപ്പാസിറ്റിയെക്കാട്ടും ഇരട്ടി അധികമാണ് വണ്ടികൾ ഇപ്പോൾ ഈ റൂട്ടിൽ കൂടെ ഓടുന്നത്. എസ്പെഷ്യലി ഗുഡ്സൊക്കെ പിന്നെ റൂട്ട്, അതായത് എളുപ്പത്തിലുള്ള റൂട്ടല്ല കൊങ്കൺ എന്ന് പറയുന്നത്, വേഗം എത്തുമല്ലോ. അതുകൊണ്ടാണ് ഈ റൂട്ടിലേക്കൂടെ വിടുന്നത്. അതുകൊണ്ട് ബാക്കി വണ്ടികൾ ലേറ്റ് ആവുന്നു.
ഒരു അരമണിക്കൂറിൽ മുകളിലായിട്ട് നമ്മുടെ വണ്ടിയിൽ എങ്ങും പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇപ്പം അടിച്ചുവിട്ടാണ് പോകുന്നത്. ഇനി എന്താവുമെന്ന് അറിയത്തില്ല. ഇപ്പം 3:30 അതിൻ്റെ സമയം. ക്രോസിങ് കിട്ടിയില്ല എന്ന് പറഞ്ഞേ ഉള്ളത്. അടുത്ത ക്രോസിങ്ങിനായിട്ട് നമ്മൾ രാജാപൂർ റോഡ് സ്റ്റേഷനിൽ പിടിക്കുകയാണ്. ഗോവയിൽ നിന്നും മുംബൈക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പോൾ വരും. ഈ വരുന്ന വന്ദേ ഭാരതിന് റേക്കായിരുന്നു നമുക്ക് ആദ്യം കിട്ടിയ ഓറഞ്ച് വന്ദേ ഭാരത്. എനിക്ക് ഓർമ്മയുടെ കാര്യത്തിൽ മറ്റേ വെള്ള കളറ്, വെള്ള ഓറഞ്ച് കൂടെ ഉള്ള നമ്മുടെ ട്രിവാൻഡ്രം മംഗലാപുരം ആ വന്ദേ ഭാരതിന് റേക്ക് ഇപ്പോൾ ഈ മടുക മുംബൈ വന്ദേ ഭാരതായിട്ടാണ് ഓടുന്നത്. അത് വരും ഇപ്പോൾ കാണിച്ചാൽ. ഇത്ര നേരം ക്രോസിംഗ് ഒന്നും ഇല്ലായിരുന്നു, വണ്ടിയൊന്നും ഇല്ലായിരുന്നു. ഇനി വണ്ടി കുറവാണ്. ഈ ഇതിന് പുറകിൽ JS ഉണ്ട് മുംബൈ പോകുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ എറണാകുളം പോകുന്ന സൂപ്പർ ഫാസ്റ്റും ഉണ്ട്. വന്ദേ ഭാരത് ആണെങ്കിൽ പക്ക ഓൺ ടൈം ആട്ടോ, അത് ഡിലേ പോലും ഇല്ല. ഇനിയുള്ളത് JS ആണ്. JSന് ഇനി JS വരാൻ വേണ്ടി നമ്മളെവിടെ ഒതുക്കുമോ അതോ JS ഒതുക്കുമോ എന്ന് അറിയത്തില്ല. നമ്മൾ ഇന്നലെയൊക്കെ ഡൽഹി വഴി വരാൻ നേരത്ത് നല്ല മടുപ്പായിരുന്നു. പക്ഷേ കൊങ്കണി കയറിയ പിന്നെ മടുപ്പ് എടുത്തില്ല. ഇങ്ങനെ ക്രോസിങ് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതുകൊണ്ട് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. എപ്പോഴും അങ്ങനെയാണ്, എവിടെ പോയിട്ട് വരാണ് കൊങ്കണി കയറണം മടുക്കത്തില്ല. അത് മൺസൂൺ ആണെങ്കിലും അല്ലേലും നല്ല സുഖമാണ്. സിംഗിൾ ലൈൻ അല്ലേ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പിടിക്കും, വണ്ടി വരും പോവും. ഇത് തന്നെ ഒരു രസമാണ് കൊങ്കണി കൂടെ പോകുന്നത് എപ്പോഴും. JSന്റെ ക്രോസിങ്ങിനായിട്ട് വൈഭവവാടി റോഡ് സ്റ്റേഷനിലെ ലൂപ്പ് ട്രാക്കിൽ കയറ്റുവാണ്. അപ്പോൾ JSന് വേണ്ടി നമ്മൾ പിടിച്ചു. ആ മംഗളയാണെങ്കിൽ തൊട്ട് ഫ്രണ്ടിലും ഉണ്ട്. നല്ല കോമഡി ആയിട്ട് നാളെങ്കിലും കോമഡി ആയിരിക്കും ഇത്രയ്ക്ക്. അടുത്തതായിട്ട് വീണ്ടും വേണ്ട ലൂപ്പ് ട്രാക്കിൽ കയറ്റി. ഇത് സ്റ്റേഷൻ നന്ദഗാവ് റോഡ് എന്ന സ്റ്റേഷനാണേ. കൊണ്ട് ലൂപ്പ് ട്രാക്കിൽ കയറ്റിയിട്ടുണ്ട്. ഇനി എന്ത് വരാനാണ് എന്തോ, പാസഞ്ചർ ട്രെയിനൊന്നും അല്ലെന്ന് തോന്നുന്നു, വല്ല ഗുഡ്സ് വല്ല ആവാനാണ് ചാൻസ്. ഇത് ഓൺ ടൈം കേരളത്തിൽ എത്തരുന്നതാണ് ഞാൻ പ്രാർത്ഥിക്കട്ടെ. കാരണം എത്തിയാൽ ആ പാസഞ്ചറിന് പുറകിലിട്ട് ഉരുട്ടും, പാസഞ്ചർ കയറി ഓവർടേക്ക് അടിക്കും, അതാണ് പ്രശ്നം. വഡോദരയുടെ ജീനയം വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു ഗുഡ്സ് പോയത്. BCNA ഗുഡ്സ് എന്ന് പറയും. അപ്പോൾ അത് പോയി ഇനിയിപ്പോൾ നമ്മൾ ഇടും.
കൻകവാലി സ്റ്റേഷനിലും കൊണ്ട് ചവിട്ടി. മംഗള ഒരു 3 സ്റ്റേഷൻ മുന്നിലുണ്ട്. ഒരു രസകരമായ കാര്യം പറഞ്ഞു തരാം. അതായത് ഈ മംഗള രാവിലെ ഡൽഹിയിൽ നിന്ന് വിട്ടത് വെളുപ്പിന് 5:30. നമ്മൾ ഡൽഹിയിൽ നിന്ന് വിട്ടത് 1:30. 8 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട് ഈ 2 വണ്ടി തമ്മിൽ. അപ്പോൾ നിങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, മംഗളയുടെ റൂട്ട് എന്ത് റൂട്ടാണ്, കറങ്ങി അടിച്ച് വരുന്ന റൂട്ട്. രാവിലെ 5:30 മംഗള വിട്ടത്. നമ്മൾ ഉച്ചയ്ക്ക് 1:30 പാസ് ചെയ്ത് നമ്മൾ കോട്ട വഴി വന്നു. നമ്മുടെ റൂട്ടാണ് ശരിക്കും ഭയങ്കര എളുപ്പം. മറ്റേ റൂട്ട് മംഗള വരുന്ന എന്ത് റൂട്ടാണ്. അതുപോലെ മംഗളയുടെ ടൈം ടേബിൾ എല്ലാവർക്കും അറിയാമല്ലോ. ഗുഡ്സ് ട്രെയിൻ ആട്ടോ. കാറ് കൊണ്ടുവന്ന ഗുഡ്സ് ട്രെയിൻ കൊണ്ട് പോകുന്നു KR പുരത്തിൻ്റെ ഒരു G9 സാവന്ത്വാടി റോഡിൽ ലൂപ്പ് ട്രാക്കിൽ കയറ്റി എന്തോ തരത്തില ക്രോസിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നിന്ന് 5:55 വിടാൻ വേണ്ടി പോകുന്ന തുറ്റാരി എക്സ്പ്രസ് കണ്ട് കിടപ്പുണ്ട് കേട്ടോ. ഡീസൽ ലോക്ക് വെച്ച് കൊങ്കണി കൂടെ ഓടുന്ന വളരെ ചുരുക്കം വണ്ടികളിൽ ഒരെണ്ണമാണ് കണ്ടി കാണുന്നത്. നമുക്ക് കല്യാണിൻ്റെ 40. നല്ലൊരു സ്റ്റേഷനാണ് ഇത്, സാവന്ത്വാടി റോഡെന്ന് പറഞ്ഞത്. ഈയിടെ നമ്മുടെ നിസാമുദ്ദീൻ രാജധാനിക്കും ഗരീബ് രഥിനും ഒക്കെ സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. ഗരീബ് രഥിന് ഓക്കെ എന്ന് പറയാം. രാജധാനിക്കൊക്കെ ഇവിടെ എന്തിനാണോ സ്റ്റോപ്പ് കൊടുത്തത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. വീഡിയോ ചെയ്ത് വന്നപ്പോഴേക്ക് ലെങ്ത് കൂടി. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ അടുത്ത ദിവസം നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ യോഗനഗരി ഋഷികേശ് ട്രിവാൻഡ്രം നോർത്തിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. ഇവിടെ സാവന്ത്വാടി എന്നും ട്രിവാൻഡ്രം നോർത്ത് വരെയുള്ള യാത്രയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയും. ഇവിടെ സാവന്ത്വാടി ക്രോസിങ്ങിന് പിടിച്ചിട്ടേക്കുവാണ്. നെക്സ്റ്റ് ദിവസം ഈ അടിപൊളി വണ്ടിയുടെ ഫൈനൽ പാർട്ട് വീഡിയോ ആയിട്ട് കാണാം. ബൈ.